വെണ്ടയ്ക്ക കേട്ടോ ഇത്ര ഉണ്ടായുള്ളൂ. ഉള്ളെങ്കിൽ നമ്മുടെ നോമതേടൻ തോരൻ വെക്കാൻ ഇത്ര മതി. നോമതേടൻ മാത്രമേ കഴിക്കുള്ളൂ. മെഴുക്കുരട്ടിയാണോ തോരനാണോ വെക്കുന്നത്? മെഴുക്കുരട്ടി വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നത് കാണാവേ. കൂടെ ഇത് ഈ പയറിന് പേര് അറിയത്തില്ല കേട്ടോ. ഇതും കിട്ടിയിട്ടുണ്ടല്ലോ. ഇത് ഒരെണ്ണം കിട്ടിയുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ വെറുതെ ഒരു തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. തോരനല്ല, മെഴുക്കുരട്ടി. ഒരു സവോളയും ഇടാം. ഒരു സവോളയുടെ ഒരു കഷ്ണം ഇടാം കേട്ടോ. ഇതെല്ലാം കൂടെ നമുക്കൊരു മെഴുക്കുരട്ടി ഉണ്ടാക്കാം. വെണ്ടയ്ക്കയ്ക്ക് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ഒക്ര. OKRA ഒക്ര. പിന്നെ അതിന് ലേഡീസ് ഫിംഗർ എന്നും പറയും. നല്ല പച്ച നിറം കണ്ടത്. ഒരു വളമൊന്നും ചേർക്കാതെ ജൈവ വളത്തിൽ, അതായത് നമ്മുടെ രാസവളമൊന്നും ചേർക്കാതെ ജൈവ വളത്തിൽ ഉണ്ടാക്കിയതാട്ടത്. അപ്പം നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഇത് ചൂടായി വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കടുക് ഇടാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അപ്പോൾ പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് സവോള ഇടാം. സവോളയും പച്ചമുളകും എല്ലാം കൂടെ ഇടാം. ഇനി അതൊന്ന് കുറച്ചൊന്ന് വഴറ്റി കഴിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5-6 ഉള്ളെങ്കിലും നമ്മുടെ മുറ്റത്തുനിന്ന് നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കിയതാണ്. ഇനി നമുക്ക് പച്ചമുളകൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ചീനിയൊക്കെ നട്ടിട്ടുണ്ട്. അതിൽ നല്ല മുളകൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. വെറുതെ ഇരുന്നപ്പം ഒരു നേരം പോക്ക്. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് വളരെ കുറച്ച് മതിയില്ല, കാരണം ഇത് 5-6 ഉള്ളൂ ആകെ. നല്ല മണം വരുന്നുണ്ട്. ഈ വെണ്ടയ്ക്കൊക്കെ ഒരു പ്രശ്നമാണ്. ഇത് വെള്ളമേ ചേർക്കരുത് കേട്ടോ. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഇങ്ങനെ ഇടുക്കൽ പോലെ വരും ഇങ്ങനെ. അപ്പം വെള്ളം ചേർക്കുകയേ ചെയ്യരുത്. നമ്മൾ വെള്ളമേ ചേർക്കുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കി ഇവിടെ നോവതേടൻ മാത്രമേ ഇഷ്ടമുള്ളൂ. സാമിനൊന്നും ഇഷ്ടമില്ല. എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഇത്രയാണേലും മതി. കുറച്ച് മഞ്ഞൾപ്പൊടി, ഇച്ചിരി മുളക് പൊടി ചേർക്കണ്ട കേട്ടോ. അതിൻ്റെ പച്ചച്ചുവയൊന്ന് മാറാനായിട്ട് മാത്രം. അല്ല, അപ്പോൾ നല്ലൊരു കളറായി. നല്ല റോസ്റ്റ്, നല്ല മണം വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കറി റെഡി. കറി വെക്കണം. വാഴയ്ക്കത്തോരൻ വെച്ചതുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ബൈ.